ഹരേ കൃഷ്ണ. ശ്രീമദ് നാരായണീയം ദശകം 49 ഞാൻ ചെല്ലാൻ പോണത്. വൃന്ദാവന പ്രവേശനമാണ്. ഈ ഗോപന്മാരുടെയും എല്ലാവരും കൂടി ചേർന്ന് വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതൊരു ഉത്സവമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉണ്ണികൃഷ്ണൻ്റെ എല്ലാ ബാലലീലകളും ആടിയിട്ടുള്ള വളരെ പുണ്യഭൂമിയാണ് വൃന്ദാവനം. ഇന്നും എത്രയോ ആളുകൾ അവിടെ പോയി അത് കണ്ട് ആസ്വദിക്കുക, സന്തോഷിക്കുക, അതൊക്കെ ചെയ്യുന്ന ഒരാൾക്കാരാണ് എല്ലാവരും. നമ്മളെല്ലാവരും പോയാൽ അത്രയും നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുന്ന ഒരു ഭൂമിയാണത്. വളരെ പുണ്യഭൂമിയാണ്. ഇന്നും അത് അവിടെയുള്ള ജനങ്ങളും എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഭാഗവതത്തിലും ഇതിലൊക്കെ വായിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അവിടെ ഉണ്ണികൃഷ്ണൻ്റെ സാന്നിധ്യമുണ്ട്. അത് നമുക്കത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് സ്വന്തം തോന്നും എന്നുള്ള ഒരു ഇതാണ് പോയിട്ടുള്ള ആളുകളെല്ലാവരും പറയണത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നാരായണീയം ദശകം 49 വൃന്ദാവന പ്രവേശം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഭവത്പ്രഭാവാ വിദുരാഹി ഗോപാസ്തരുപ്രപാദാദികമത്ര ഗോഷ്ഠേ അഹേതുമുത്പാതഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോവിതേനു തത്രോപനന്ദാഭിധഗോപവർയോ ജഗൗ ഭവത്പ്രേരണയൈവ നൂനം ഇതഃ പ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. ബൃഹദ്വനം തദ്ഖലു നന്ദമുഖ്യാ വിധായ ഗൗഷ്ഠീനമധക്ഷണേന ത്വദന്വിതത്വജ്ജനനീ നിവിഷ്ട ഗരിഷ്ഠയാനാനുഗതാ വിചേലു അനോമനോജ്ഞധ്വനിധേനുപാളീഘുരപ്രണാദാന്തരതോ വധൂഭി ഭവദ്വിനോദാലപിതാക്ഷരാണി പ്രപീയനാജ്ഞായതമാർഗദൈർഘ്യം നിരീക്ഷ്യ വൃന്ദാവനമീശനന്ദത്പ്രസൂനകുന്ദ പ്രമുഖദ്രുമൗഘം അമോദധാശാദ്വലസാന്ദ്രലക്ഷ്മ്യാ ഹരിന്മണീകുട്ടിമഭുഷ്ടശോഭം നവാകനിർവ്യൂഢനിവാസഭേദേഷു അശേഷഗോപേഷു സുഖാസിതേഷു വനശ്രിയം ഗോപകിശോരപാളീ വിമിശ്രിതപര്യഗലോകധാസ്ത്വം അരാളമാർഗാഗതനിർമ്മലാപാം മരാളകൂജാകൃതനിർമ്മലാപാം നിരന്തരസ്മേരസരോജവക്ത്രാം കളിന്ദകന്യാം സമലോകയസ്ത്വം മയൂരകേകാശതലോഭനീയം മയൂഖമാലാശബളം മണീനാം വിരിഞ്ചലോകസ്പൃശമുച്ഛശൃംഗൈർഗിരിഞ്ചഗോവർദ്ധനമൈക്ഷധാസ്ത്വം സമം തതോ ഗോപകുമാരകൈസ്ത്വം സമന്തതോ യത്ര വനാന്തമാഗാ തതസ്തതസ്താം കുടിലാമപശ്യ കളിന്ദജാം രാഘവതീമിവൈകാം തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുകോ വത്സഗണപ്രചാരേ ചരൻ സരാമോധകുമാരകൈസ്ത്വം സമീരഗേഹാധിപപാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.